ഈ വിശുദ്ധാരാധനയിലേക്ക് എല്ലാവരെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാന ദിവസമാണല്ലോ. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണല്ലോ CSI സഭ രൂപീകൃതമായത്. കഴിഞ്ഞ 73 വർഷക്കാലം ദൈവം സഭയെ നടത്തി. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു ഐക്യസഭയായി കഴിഞ്ഞ 73 വർഷക്കാലം നിലനിൽക്കുവാൻ സഭയ്ക്ക് സാധിച്ചു. വിശ്വാസ സമൂഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നാം ആയിരിക്കുകയും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആഗോളം അധ്വാനിക്കാൻ നാം എല്ലാവരും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചോട്ടെ. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം 4-ാം ഞായറാഴ്ച സീനിയർ സിറ്റിസൺ സൺഡേ ആയി ആചരിക്കപ്പെടുകയാണല്ലോ. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രായമായവർക്ക് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അവർ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവരെ പ്രാർത്ഥനയിൽ ഓർക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുവാനായി നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് ഓർമ്മിക്കട്ടെ. ഈ ആരാധനയെ പ്രാർത്ഥനയോടുകൂടി ഭവനങ്ങളിലും ദേവാലയങ്ങളിൽ ഇരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആരാധനയെ സംബന്ധിക്കണമെന്നും ഓർമ്മിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കാലാകാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുള്ളതിനൊക്കെ സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദാനമായി നൽകുകയും അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും അവിടുത്തെ സന്നിധിയിൽ പ്രസാദമുള്ള യാഗമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരുടെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്നവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പരിപാലിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. CSI സഭയായി ഇന്ന് ഞങ്ങൾ ആചരിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ 73 വർഷക്കാലം ഈ രാജ്യത്ത് ഐക്യസഭയായി നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യവും ജീവിതവും ഐക്യത്തിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നത്. ഞങ്ങളുടെ പ്രായമായവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന കൃപ വേണ്ടുന്ന പ്രദാനം ചെയ്യണമേ. ഈ ആരാധന ആദ്യത്തെ സംഘത്താൽ നടക്കണേ. ഭാരത്താലോ രോഗത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടുകളാലോ ആരെങ്കിലും ആയിരിക്കുന്നവരും അവരെ സൗഖ്യപ്പെടുത്തണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളും നന്മകളോട് നിറച്ച് അവിടുത്തെ അങ്ങേ ആരാധിക്കാനായി അവിടുത്തെ ഞങ്ങൾ ഒരുക്കണമെന്ന് മശീഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ജ്ഞാനകീർത്തനങ്ങൾ 35-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 35.
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യേശു പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകാറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിലെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വെല്ലുവിളിക്കാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും പ്രാർത്ഥിക്കാൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ സ്തോത്രം തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി പറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൃതജ്ഞതാർത്ഥം മാറുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വർദ്ധിക്കുന്നു. സത്യം നമ്മില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കോണം വിശ്വസ്തൻ തീരുമാനമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പനെടുപ്പിക്കുന്നവരോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വേണ്ടി ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം വഴിയെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരല്ലേ നമുക്കുള്ളത്. നമുക്ക് ബുദ്ധിമാനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന പാപസ്വീകാര പ്രാർത്ഥനയായി നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയും മഹാകരുണയുള്ളവനായ സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, മോചനവുമാക്കും ജീവനം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയാശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സംഘത്തിന് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറക്കാർപ്പെടുക. യഹോവ മഹാദേവനല്ലോ, അവൻ സകല ദൈവങ്ങൾക്കും മഹാരാജാവ് തന്നെ.
സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മലിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അന്വയിക്കുന്ന ജനവാന്റെ കൈകൾ ആളുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 122. സങ്കീർത്തനങ്ങൾ 122 നമുക്ക് വാക്യമായിട്ട് വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദിന്റെ ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. ഇന്ന് കാലത്തിനെ വിശേഷിക്കുന്ന പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം. യെഹെസ്കേൽ 37-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോൽ എടുത്ത് അതിന്മേൽ യെഹൂദായ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കാം. പിന്നെ മറ്റൊരു കോൽ എടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കാം. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിന്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കുകയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എഫ്രൈമിന്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എന്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകയും നിന്റെ കയ്യിൽ ഇരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാകും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവാണ്. അവർ ഇനി 2 ജാതിയായിരിക്കില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ഇങ്ങനെ ഇവിടെ പാഠഭാഗം അവസാനിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സക്കറിയാവിന്റെ പാട്ട് വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ ഭയക്കുന്നവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും
നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും നിന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ വൈതലൻ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും വേണ്ടതിരിക്കുന്നവർ പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. രണ്ടാം പാഠം വായിക്കുന്നു. Today's second lesson is taken from Ephesians chapter 4, verses 1 to 6. Ephesians chapter 4, verses 1 to 6. Therefore I, a prisoner for serving the Lord, beg you to lead a life worthy of your calling. For you have been called by God. Be humble and gentle. Be patient with each other, making allowances for each other's fault, because of their love. Always keep yourself united in the Holy Spirit and bind yourself together with peace. We are all one body. We have the same Spirit. We have all been called to the same glorious future. There is only one Lord, one faith, one baptism, and there is only one God and Father, who is over us all and in us all and living through us all. Here is lesson. വിശുദ്ധ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുകയും വിശുദ്ധ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം മുതൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നത് ലോകം വിശ്വസിക്കാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നതെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കാൻ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനും നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. നിൽക്കവേ തന്നെ ഞാൻ കീർത്തനങ്ങൾ 207-ാം കീർത്തനം പാടാം. കീർത്തനം 207.
ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം. അവിടുത്തെ സാക്ഷികളായി നിലനിൽക്കുവാൻ, ഐക്യസഭയുടെ ഭാഗമായിരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളും ഞങ്ങളുടെ മേൽ അവിടെ നയിക്കണമേ. അടിയുടെ വായുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെത്താനും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി ദക്ഷിണേന്ത്യ സഭയുടെ രൂപവൽക്കരണ ദിനമായി ആചരിക്കപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് ഇന്ത്യയിൽ ഐക്യസഭ രൂപീകൃതമായത്. നാം എല്ലാ വർഷവും ആചരണങ്ങളും അനുസൃതമായി നാം ഈ സഭയുടെ പഠനങ്ങളും വിശ്വാസ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ. ഇന്ന് ഈ വിഷയമായി ചിന്തിക്കുവാനുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം സാക്ഷ്യത്തിന്റെ ഒരുമ എന്നതാണ്. യൂണിറ്റി ഇൻ വിറ്റ്നസിംഗ്. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യതയുടെ സാക്ഷ്യത്തിന്റെ ഒരു സഭയായി നിലനിൽക്കുവാൻ കഴിഞ്ഞ 73 വർഷക്കാലം സഭയ്ക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 74-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 73 വർഷക്കാലം ദൈവം നടത്തിയ വഴികളെ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഐക്യസഭയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. സാക്ഷ്യത്തിലെ ഒരുമ എന്ന വിഷയം ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വെല്ലുവിളിയായി തുടർന്നിരിക്കുകയാണ്. വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം സഭയുടെ സാക്ഷ്യത്തിന്റെ നിർണായക ഘടകമാണ്. നിരപ്പിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകരായിരിക്കുവാനായിട്ടാണ് ക്രൈസ്തവ സഭയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭകൾ തമ്മിൽ അനൈക്യത്വവും തർക്കവും വാർത്തകൾ ഇടം പിടിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങളിൽ സാക്ഷ്യം ഒരു എതിർ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിലാണ് ഇന്ന് ക്രൈസ്തവ സഭ ആയിരിക്കുന്നത്. സഭയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ സഭയുടെ മുൻഗണനാ ക്രമത്തിലുള്ള ചിന്തകൾക്ക് മാറ്റം വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നിന്ദകളും പീഡനങ്ങളും ക്രൂശ് മരണവും സ്വയം ഏറ്റുവാങ്ങിയ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മൂർത്തിഭാവമായ ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുവാൻ വിശ്വാസ സമൂഹത്തെ വിളിച്ച് വേർതിരിക്കുമ്പോൾ സഭയുടെ ഐക്യം തടസ്സപ്പെടുന്ന പല സംഗതികളും ഇന്ന് നാം കാണുന്നുണ്ട്. സ്വയം വിധേയപ്പെടുവാനും പരസ്പരം മനസ്സിലാക്കുവാനും കരുതുവാനും ഐക്യം യാഥാർത്ഥ്യമാക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. സ്നേഹവും ഐക്യവും ഇല്ലാതെ നമുക്കിവിടെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു കുഞ്ഞൻ വൈറസ് നമ്മുടെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. പക്ഷെ ഈ സാഹചര്യത്തിൽ പോലും വിദ്വേഷവും സ്പർദ്ധയും സ്നേഹമില്ലായ്മയും ആക്കി വെക്കുന്ന ക്രൈസ്തവ സമൂഹം ദൈവ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദം പിൻപറ്റി സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഐക്യവും കരുതലുമെല്ലാം സഭയുടെ മുഖമുദ്രയായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. പാഠഭാഗത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാം പാഠഭാഗമായി വായിച്ചു കേട്ട എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണല്ലോ ഒന്നാം പാഠഭാഗമായിട്ട് വായിച്ചു കേട്ടത്. അവിടെ ഇസ്രയേൽ എന്നും യഹൂദ എന്നും രണ്ടായിരുന്ന ദൈവജനത്തെ ദൈവിക കരങ്ങളാൽ ഒന്നാക്കി തീർക്കുന്ന പ്രക്രിയയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. അതൊരു പ്രവാചകന്റെ ഒരു ദർശനത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു.
മലയാള ഭാഷയിൽ കോലൊടിക്കുക എന്ന പദപ്രയോഗം ഇവിടെ വളരെ പ്രസക്തമാണ്. ഒരു കോൽ 2 കഷ്ണമായിട്ട് ഒടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കില്ല. ചില ബന്ധങ്ങളും അങ്ങനെയാണ്. ആ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടിച്ചേരുവാനായിട്ട് ശ്രമമാണ്. പക്ഷെ ഇവിടെ പ്രവാചകനിലൂടെ ദൈവം ദർശനം നൽകുന്നത് ഈ കോലുകൾ രണ്ടും ഒന്നിച്ചു വരുമ്പോൾ അവിടെ സംയോജിപ്പിക്കുന്ന, ഒന്നായിത്തീരുന്ന ഒരു ദർശനം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒടിഞ്ഞ കോലുകൾ ഒന്നിനോടൊന്ന് കരങ്ങളിൽ ചേർത്ത് വെച്ചപ്പോൾ അവ ഒരു കോലായി തീരുന്നതായിട്ട് ദർശനത്തിൽ നാം കാണുന്നു. ദൈവിക പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാക്കുകയുള്ളൂ. സാക്ഷ്യത്തിലെ ഒരുമ എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരം നിയന്ത്രിക്കുകയും ദൈവഹിതപ്രകാരം മുൻപോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറി, പ്രതിസന്ധികൾ മാറി, സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അവിടെ കാണുന്ന ബാബേൽ ഗോപുരം പണിയുന്ന മനുഷ്യരെ അവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ കൂടാതെ ഉള്ള ഐക്യശ്രമം പരാജയത്തിൽ എത്തിച്ചേർന്നതായിട്ട് നാം അവിടെ കാണുന്നു. സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയുവാൻ മനുഷ്യർ ഒത്തുചേർന്നപ്പോൾ അവിടെ ഭാഷയോ സംസ്കാരമോ ഒന്നും ഒരു തടസ്സമായിരുന്നില്ല. അവർ ദൈവത്തോളം എത്തണമെന്നുള്ള അവരുടെ ആഗ്രഹമായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടുകളാണ് അതിന് അനന്തരഫലം നമുക്കറിയാം. ബാബേൽ ഗോപുരം തകർന്നടിഞ്ഞതും ഭാഷ കലങ്ങിയതായ വിഷയങ്ങളെ നാം അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ചുറ്റുപാടുമായിട്ട്, ബാബേൽ ഗോപുരത്തിന്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളെയും നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന ലോക ജനതയെ നമുക്ക് കാണുവാൻ സാധിക്കും. നവമാധ്യമങ്ങളിലൂടെ ലോകം ഒരു വിരൽത്തുമ്പിലായിത്തീരുകയും ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ആഗോള ഗ്രാമം എന്ന ആശയത്തിലേക്ക് ഇന്നായിരിക്കും. എന്നാൽ ഇത് വളരെ ഏറെ അപകടങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു സുരക്ഷയില്ലാത്ത ഇടമായി ഇന്ന് ആഗോള ഗ്രാമം മാറിയിരിക്കുന്നു. സകലരുടെയും പ്രൈവസികൾ മറ്റുള്ളവർ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യത്തിലായിരിക്കുന്നു. ജീവിത ബന്ധങ്ങളുടെ ശിഥിലീകരണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി ഇവിടെ കാണുന്നു. ഏത് സമയം എന്തുണ്ടെങ്കിലും അത് പോസ്റ്റ് ചെയ്യുവാനും അതിനനുസരിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്യാത്ത രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു സുരക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ ദൈവ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ സാക്ഷ്യത്തിന്റെ ഒരുമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി ദൈവിക നീതിയും കരുതലും ജീവിതത്തിൽ പ്രായോഗികമാക്കി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അപ്പൊ ഈ ഒരു സാക്ഷ്യത്തിന്റെ ഒരുമ ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുമ്പോൾ ജീവിതത്തെ ക്രമപ്പെടുത്തി ആയുസ്സിന്റെ നാളിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ത്യാഗമായ പരിശ്രമത്തിലൂടെ മാത്രമാണ് ഇത് ആയിത്തീർന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യമാണല്ലോ CSI സഭയുടെ മുഖമുദ്രയായി മോട്ടോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അവരെല്ലാം ഒന്നാകേണ്ടതിന് എന്ന ആശയമാണ്. ഇതൊരു ക്രിസ്തു ദർശനത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ന് നാം കാണുന്നു. CSI സഭയെ സംബന്ധിച്ചിടത്തോളം രൂപീകരണം അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യ സഭയിലെ വിവിധ പ്രൊട്ടസ്റ്റന്റ് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്നതായി നാം മനസ്സിലാക്കുന്നു. ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ എന്നീ പാരമ്പര്യമുള്ള സഭകൾ ഒന്നായി തീർന്നുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ പലരും ഇത് അസാധ്യമെന്ന് ബഹുഭൂരിപക്ഷവും വിലയിരുത്തിയിരുന്നു. എന്നാൽ തദ്ദേശീയമായ ഒരു ഐക്യസഭ എന്നത് ഒരു ജനതയുടെ ആവേശവും സ്വപ്നവുമായിരുന്നു എന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ മാറി അസാധ്യമായത് സാധ്യമായതിലേക്ക് മാറിയതായി നാം മനസ്സിലാക്കും. അങ്ങനെ ഒരു ഐക്യസഭ
രൂപീകൃതമായി ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, ഈ 4 പാരമ്പര്യങ്ങൾ ഒരിക്കലും ഒന്നിനോട് ചേരുവാനോ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി മുൻപോട്ട് പോകുവാനോ സാധിക്കാത്ത സാഹചര്യമാണ്. പക്ഷേ അവരൊന്നിച്ച് 1910 മുതൽ ആരംഭിച്ച മിഷണറി സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുകയും 1947 4 പാരമ്പര്യങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒറ്റ സഭയായി രൂപീകൃതമായത്. നമുക്ക് ആംഗ്ലിക്കൻ പാരമ്പര്യമായ സീമസ് മിഷണറിമാരുടെ പാരമ്പര്യമാണ്. വടക്കോട്ട് മാറുമ്പോൾ പ്രസ്ബിറ്റേറിയൻ പാരമ്പര്യം, കോൺഗ്രിഗേഷൻ പാരമ്പര്യം നാം കാണുന്നു. അത് തന്നെ തെക്കൻ മേഖലകളിൽ കാണുവാൻ സാധിക്കും. ഇതിനിടയ്ക്ക് മെത്തഡിസ്റ്റ് പാരമ്പര്യം. ഈ പാരമ്പര്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒന്നിച്ച് ഐക്യസഭയായി രൂപീകൃതമാകുമ്പോൾ പലരും വിചാരിച്ചു ഇത് അധിക നാൾ നിലനിൽക്കുകയില്ല എന്ന്. പക്ഷേ 23 വർഷക്കാലം ഒറ്റ സഭയായി നിലനിൽക്കുവാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ സന്ദർഭം. 1947 സെപ്റ്റംബർ മാസത്തിൽ മദ്രാസിലെ സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ചാണ് ദക്ഷിണേന്ത്യ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി തീരുകയും ചെയ്തു. വിവിധ പാരമ്പര്യങ്ങളുള്ളവർ ഒന്നിച്ചു കടന്നു വന്ന് ഒരു സഭയായി, ഇന്ത്യയിൽ ഒരു സഭയായി നിലനിൽക്കുവാൻ സാധിച്ചു എന്നതാണ്. ഐക്യസഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പല പാരമ്പര്യങ്ങളും പല ചിന്തകളും പല ആശയങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നായി കൂടിത്തീരുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത്. അതാണ് യേശുക്രിസ്തു നൽകിയ പ്രാർത്ഥനയുടെ സൂചനയായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ യേശു വിശ്വസിക്കാനുള്ള വെല്ലുവിളി ലോകത്തിന് നൽകുവാൻ ഒരു ഐക്യം നമുക്ക് ആവശ്യമാണ്. സഭകൾ ഒന്നിച്ചു ചേർന്ന് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഐക്യത്തിന്റെ സഭയായി നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഭയുടെ ജീവിതവും സാക്ഷ്യവും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ത്യാഗത്തിന്റെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മാർഗം അനിവാര്യമാണ്. സഭകൾ തമ്മിൽ സ്പർദ്ധയോടും ഉദ്ദേശത്തോടും പള്ളി പിടിച്ചടക്കലും വിശ്വാസികളെ ഒരിക്കലും കോടതി വ്യവഹരണമൊക്കെ ആയിത്തീരുന്ന സാഹചര്യത്തിൽ മാറി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും മാർഗമായി സഭ തീർന്നെങ്കിൽ മാത്രമേ ഐക്യത്തിലുള്ള സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ വിശ്വാസികൾ പരസ്പരം കരുതുവാനും ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. CSI സഭയെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ഐക്യസഭയായി നിലനിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സാക്ഷ്യവും ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനായിട്ട് നാം സാധിക്കണം. ക്രിസ്തു സ്നേഹത്തിന്റെ സാധ്യമാകുന്ന ഐക്യതയാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. കൂടാതെ സെപ്റ്റംബർ മാസം 27-ാം തീയതി 4ാം ഞായറാഴ്ചയാകുന്നത്. 4ാം ഞായറാഴ്ചയുടെ പ്രത്യേകത ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സീനിയർ സിറ്റിസൺ സൺഡേയാണ്. പ്രായമായവരെ ബഹുമാനിക്കുകയും അവരെ ചിന്തിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്ന ദിവസമാണ്. എല്ലാ ദിവസങ്ങളിലും ഓർക്കുന്നെങ്കിലും അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണല്ലോ ഇന്ന്. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പ്രായമായവർക്ക് ആർക്ക് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേക സാഹചര്യത്തിൽ 10 വയസ്സ് താഴെയുള്ളവരും 65 വയസ്സിന് മേൽപ്പോട്ടുള്ളവർക്കും ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് അനുവാദമില്ല. അവരവരുടെ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുകയാണ്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഠനമനുസരിച്ച് ഇന്ത്യയിൽ 10 ഒരാൾ പ്രായമായവരാണ്. 2030 ആകുമ്പോൾ നമ്മുടെ ജനസംഖ്യയിലെ 1/3 പ്രായമായവരാണ്. പ്രായമായവരെ കുറിച്ച് പറയുന്നത് അത് 2 പേരിൽ ഒരാൾ രോഗികളായിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ജീവിത മേഖലകളിലൂടെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രായമായവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ നൽകുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും ആധുനിക ലോകത്തിൽ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ പ്രായമായവരെ സംരക്ഷിക്കുവാനോ അവരെ കരുതുവാനോ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ
ഉണ്ടായിരിക്കുന്നതിന്റെ പ്രധാന കാരണം. അത് മാറി പ്രായമായവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ മനസ്സിലാക്കി ജീവിത സാഹചര്യങ്ങളിലൂടെ അവരെ മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അവർക്ക് അവരുടേതായ പ്രയാസങ്ങൾ, അവർക്ക് ദേവാലയത്തിൽ വരുമ്പോൾ സഹവിശ്വാസികളെ കാണുവാനും അവരുമായി സ്നേഹം പങ്കുവയ്ക്കുവാനൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടില്ല. വിശുദ്ധ മേശയിൽ കടന്നു വന്ന് അത് പങ്കുവയ്ക്കുവാനായിട്ടുള്ള അവരുടെ അവസരങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഒരു രോഗഭീതി നേരിടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അവരെ അറിയുവാനും മനസ്സിലാക്കുവാനും അവരെ വിശ്വാസത്തിന്റെ ഊന്നൽ നൽകിക്കൊണ്ട് അവരെ കൈപിടിച്ച് ധൈര്യത്തോടുകൂടി ഈ സാഹചര്യങ്ങൾ അതിജീവിക്കുവാനും അവരെ നാം പ്രാപ്തിപ്പെടുത്തും. അവരുടെ അറിവുകൾ, അവരുടെ ജ്ഞാനം, അവരുടെ അനുഭവങ്ങൾ അത് നമുക്ക് മുതൽക്കൂട്ടുകളാണ്. അതിലുപരിയായി ഭവനങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കൾ, പ്രായമായവർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. തുറുതുറുപ്പില്ലാതെ മത്സരമില്ലാതെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കണം. ഇന്ന് പലരും ഇത് നവമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രായമായവർക്ക് ചെയ്യുവാൻ പറ്റുന്നതെന്ന് പറഞ്ഞ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തോടെ കരുതലോടെ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുവാനായി സാധിക്കും. ആ ഒരു അനുഭവമാണ്, ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ മക്കളുടെ കുറ്റമോ മരുമക്കളുടെ കുറ്റമോ മറ്റുള്ളവരുടെ കുറ്റമോ പറഞ്ഞ് വീടുകളിലിരിക്കാതെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും മൂർത്തിഭാവങ്ങളായി തീർന്നെങ്കിൽ മാത്രമേ ജീവിതത്തെ ധന്യമായി മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. പ്രായമായ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കഴിവുകൾ, അവരുടെ താലന്തുകൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരെ കരുതുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സജ്ജമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരണം. നമ്മുടെ സഭയിൽ എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു CSI സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ എല്ലാവരും ഒന്നാകേണ്ടത് ക്രിസ്തുവിന്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവം തന്നെ വെച്ചതാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തെ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ പീഡിപ്പിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ ജന്മദിനം പിറന്നാൾ വന്നവരുടെ പേരുകൾ വായിക്കട്ടെ. പിറന്നാൾ സ്തോത്രം: MS കണ്ണമ്പാറ ഗാർഡൻ, അലക്സ് പി രാജു നേത്ര പതാല്, നിതിൻ M മാത്യു മുളവേലി, ദിയാന ജിതിൻ ചരുവില്ല, ഗീത ഷാജി കണ്ടത്തിങ്കൽ, മേഘസ് ജോൺ തരിയൻ ചെബിക്കരമല, ആരോൺ ചാക്കോ മുളവേലി, മാത്യു എബ്രഹാം കോട്ടമല, ഏഞ്ചല മനു ചാക്കോ മുളവേലിൽ, റോബിൻ ജോസഫ് മലങ്കോട്ടയ്ക്കൽ, DY ചാക്കോ പാറക്കോട്ടത്തിൽ, വില്യം സി വർഗീസ് ചെറിയത്ത്, ആദം ജോൺ ലി ജോൺ കൊച്ചുപറമ്പിൽ. വിവാഹവാർഷികം: ഷൈൻ സാമുവൽ സൗമ്യ പഞ്ചികപ്പാറ, റവൻ നെബൂസ് കറിയാശ്ശേരി കൊടുത്തുകൽ. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നന്ദിയുടെ ഹൃദയത്തോടായിരിക്കാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദേവി ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്കായിട്ട് സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ.
അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നാളുകളോട് നാളുകൾ പെരുകുന്നത് അവിടുത്തെ കൃപ കൊണ്ടെന്ന് മാത്രം മനസ്സിലാക്കി നന്ദിയുടെ ഹൃദയത്തോടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. വിവാഹവാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു വർഷക്കാലം അവിടെ നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല കാര്യങ്ങളും ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കട്ടെ. അവിടെ നിയന്ത്രിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളും നന്മകളും കൊണ്ട് നിറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് മശിഹാവിലെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ആഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഷൻ സൺഡേ ആയിരുന്നുവല്ലോ. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ നൽകുവാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. അതുപോലെ തന്നെ വാസനയുടെ സംഭാവനകൾ ചിലത് ഇനിയും തരാനായിട്ട് നൽകാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നു തീർക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ചുകൊള്ളട്ടെ. ആരാധനയുടെ ക്രമീകരണങ്ങൾ ഈ ആഴ്ച കമ്മിറ്റിക്ക് ശേഷം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് ഓർമ്മിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയ്ക്കെടുക്കാതെ ദുഷ്ടങ്ങളിൽ വിടുവിക്കണമേ. രാജ്യത്തിൽ ശക്തിയും മഹത്വവും എന്നേക്കും നിലകൊള്ളുമല്ലോ. ആമേൻ. CSI ദിനത്തേക്കുള്ള അപേക്ഷ സാക്ഷ്യത്തിന്റെ ഐക്യം തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് പ്രിയപുത്രന്റെ പിതാവായ സർവശക്തനായ ദൈവമേ, ദക്ഷിണേന്ത്യ സഭയും സഭയുടെ ഐക്യം യാഥാർത്ഥ്യമാക്കി ഞങ്ങൾ ഒരു ഹൃദയത്തോട് ആത്മാവോട് ഞങ്ങളെ നിന്റെ സേവനത്തിൽ പ്രതിഷ്ഠിക്കുവാനും നിന്നെ സ്നേഹത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും കൃപ ചെയ്യണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഹൃദയമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിലേക്ക് നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യവുമാകുന്നു. നിന്റെ സംരക്ഷണ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ബുദ്ധിയുടെ ശക്തിയോ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളാക്കുള്ള കീഴുള്ള ദാസരായ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം ഞങ്ങൾ ഇവിടെ എന്നേക്കും ശരീരത്തിൽ ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളും നിന്റെ കൽപ്പനകൾ നടത്തി ശുദ്ധീകരിച്ച് മരിപ്പാൻ ഇഷ്ടപ്പെടണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അല്പസമയം ദൈവസന്നിധിയിൽ മൗനമായിരുന്നത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും മുൻപാകെ സമർപ്പിക്കാം. ഒരു ഐക്യസഭയായി കഴിഞ്ഞ 73 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സാക്ഷ്യമുള്ള സമൂഹമായി സഭയായി ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ സഭയുടെ ഭാഗമായ നമ്മൾ ഐക്യത്തിന്റെ വാഹകരായി, സ്നേഹത്തിന്റെ വാഹകരായി, സമാധാനത്തിന്റെ വാഹകരായി ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇന്ന് പ്രായമായവരുടെ ദിനമായി ആചരിക്കപ്പെടുമ്പോൾ സഭയുടെ എല്ലാ പ്രായമായവരെയും മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവസാന്നിധ്യം ധാരാളമായി അനുഭവിച്ചുകൊണ്ട് ആയുസ്സിന്റെ നാളിൽ മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തരെയും ദൈവം എടുത്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്ന ദൈവം നമ്മെ നിയന്ത്രിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു. ആ ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിദൂരതയിലായ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടയിൽ രോഗികളായി കഴിയുന്നോ, പലവിധമായ ഭാരങ്ങളാൽ കഴിയുന്നോ, സാമ്പത്തിക ജനകങ്ങളാലും പറയാൻ വയ്യാത്ത വേദനകളാലും കഴിയുന്നതൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കോവിഡ് രോഗഭീതിയിലായിരിക്കുന്ന നമ്മുടെ പ്രദേശങ്ങളെ ഓർക്കാം. നമ്മുടെ കണ്ടച്ചന്മാർ കോവിഡ് രോഗികളായി കഴിയുന്നുവല്ലോ, ദൈവവരെ സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ രോഗവ്യാപനം കൂടിയിരിക്കുന്ന നാടുകളിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ഉണ്ടാകുകയും സൗഖ്യപ്രായകനായ ദൈവത്തിന്റെ കരം ഓരോരുത്തരുടെ മേൽ വരുന്ന സൗഖ്യപ്പെടുത്തുകയും പരിപൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദൈവമേ ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷനെ ഓർക്കാം. പട്ടണത്തെ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷ വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയ അധ്യക്ഷനെ നാം തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞുവല്ലോ. പാനലായിരിക്കുന്ന അച്ഛന്മാരെ നമുക്ക് ദിവസത്തിൽ ഓർക്കാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി സഭയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവർക്ക് ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയുടെ നായകൻ നടത്തിപ്പുകാരനോടാകിയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തക്ക സമയത്ത് വഴികളും വാതിലും ദൈവം ഒരുക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ യൗവനക്കാരെ ഓർക്കാം. മധ്യവയസ്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രായമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവ സംഘത്തിനായും യുവജന സംഘത്തിനായും ആത്മായ സംഘടനയ്ക്കായും സൃജന സംഘത്തിനായും സൺഡേ സ്കൂളിനായും പ്രാർത്ഥിക്കാം. ഇവിടെ പ്രവർത്തനങ്ങൾ സഭയുടെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി തീരുമാനം ദൈവമേ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആഴ്ച യുവജനവാരമായി ആചരിക്കപ്പെടുകയാണെങ്കിലും യുവജന പ്രസ്ഥാനമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവകൃപ കൂടിയിരുന്ന് പരിപാലിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഓർക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവം അറിയുകയും നമ്മുടെ എല്ലാ അവസ്ഥയും മാറ്റി തരുവാൻ മതിയായവനാണല്ലോ. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആരാധനയിൽ കടന്നു വരാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർക്കാം. കടന്നു നമ്മെ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജനം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന അവസരങ്ങളെ ദൈവമേ അവിടെ ഞങ്ങൾക്ക് ഒരുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് വൈറസ് രീതി മാറി സമാധാനം സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ ലോക സമൂഹങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് നമ്മെ തന്നെ ദിവസങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസ്ഥലങ്ങളിൽ ലഭിച്ച സകല നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, പിതാവേ, അയോഗ്യരോടും സർവമനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആത്മനന്മയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയോഗപൂർവ്വമായ സ്തോത്രം ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ചതിൽ പരിപാലിക്കുന്നതിൽ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ ചൂടാത്ത സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായ കൂടാതെ തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കൊടുക്കുകയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ ഭാഗം നടന്ന് അങ്ങനെ അതിനങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസ്തപ്പെടുത്തേണ്ടതിനും നിന്റെ കുറിച്ച് തക്കതായ ബോധന കരുതണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കുന്ന സിദ്ധാത്മാവിൻ സകലത്തോലും വന്നു കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ.
സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ ഞാൻ കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അപേക്ഷകൾ നൽകുന്ന വാക്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങൾ അപേക്ഷകൾ കെട്ടുപാരമാണെന്ന് പ്രവൃത്തി വരുത്തി ഇഹലോകത്ത് സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ കഴിയണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിൽ നിന്ന് ഞാനെഴുതുന്നെങ്കിൽ 270 കീർത്തനം പാടി നമുക്ക് സ്തോത്ര വഴിപാടുകൾ സമർപ്പിക്കാം. കീർത്തനം 270. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടിയും ക്ഷണിക്കുകയും അവനോടുകൂടെ സകലവും ഞങ്ങൾ സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിരൂപമായി സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് നീക്കുള്ള ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായി സാധനമായി സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ സന്തോഷാനന്ദം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടി ഞങ്ങളെ തന്നെ കേൾപ്പിച്ചുവാൻ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹ സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. സമാധാനത്തോടുകൂടി പ്രത്യേകിച്ച് ഈ രോഗഭീതി നേരിടുന്ന സമയങ്ങളിൽ നാം ഭവനങ്ങളിൽ തന്നെ ആയിരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.